morning. Good morning, sir. Morning. Good morning, sir. Good morning, sir. Morning. Sir, okay അല്ലേ? Yeah, I'm perfectly all right. വാ നന്ദിനി. നന്ദിനി. അതെ. ഈ സ്റ്റാഫുകൾ നമ്മളെ വിഷ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ വിഷ് ചെയ്യണം. അതിന് സാർ എന്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും നന്ദിനി അവർ വിഷ് ചെയ്തിരിക്കണം. ഓർമ്മയുണ്ടായിരുന്നാ മതി. പിന്നെ ബോർഡ് മീറ്റിംഗിൽ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുണ്ടാവും. അവരുടെ മുമ്പിൽ താൻ കാണിക്കുന്ന കോൺഫിഡൻസ് ആണ് എന്റെ ജയം. പറഞ്ഞു പേടിപ്പിക്കല്ലേ സാർ. ഞാൻ കൂടിയില്ല പിന്നെന്താ. വാ. നന്ദിനി ഇരിക്കെ. 11 മണിക്കാ ബോർഡ് മീറ്റിംഗ്. ആരൊക്കെ വന്നു എന്നറിയാൻ ഞാൻ ആനന്ദിനൊന്ന് വിളിക്കട്ടെ. സൂര്യ, എന്താടാ? സൂര്യ, ഒരു പ്രശ്നമുണ്ട്. എന്താടാ? ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് ഇവിടെയല്ല, നിങ്ങളുടെ വീട്ടിലാ. വീട്ടില് ബോർഡ് മീറ്റിംഗ് എങ്ങനെ വീട്ടിലേക്ക് മാറ്റുന്നത്? എടാ, അത് പെട്ടെന്ന് എന്റെ ആനന്ദ് സാറിനെ വിളിച്ച് അറേഞ്ച് ചെയ്തതാ. ആനന്ദ് സാറും അങ്ങോട്ട് പോയിരിക്ക. എനിക്ക് തോന്നുന്നത് സൂര്യൻ നന്ദിനിയും ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ആന്റി ഇത് കരുതി കൂട്ടി ചെയ്തതാണെന്നാ. യെസ്, അമ്മയുടെ ഉദ്ദേശം അത് തന്നെയാ. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തണം. ആ ബോർഡ് മീറ്റിംഗിൽ എനിക്ക് പങ്കെടുത്തേ പറ്റൂ. നന്ദിനി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. ബട്ട് സൂര്യ, ഓൾറെഡി മീറ്റിംഗിനുള്ള സമയമായി. ഇപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടാലും സിറ്റിയിലെ ട്രാഫിക് ബ്ലോക്ക് കിടന്ന് നമ്മളവിടെ തന്നെ 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അതിനു മുൻപ് മീറ്റിംഗ് അവർ അവസാനിപ്പിച്ചിരിക്കും. അപ്പോ ഇതായിരുന്നു മാഡം പുറപ്പെടാതിരുന്നതിന്റെ കാരണം. വിവേക്, ഞാനിത് വിട്ടുകൊടുക്കില്ല. ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. സർ, ബോർഡ് മീറ്റിംഗ് എങ്ങനെയെങ്കിലും നടന്നാ പോരെ? പത്മ മാഡം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തോളൂ. പിന്നെന്താ പ്രശ്നം? നന്ദിനി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. അടിച്ച തിരിച്ചടിക്കാൻ എന്റെ അമ്മയ്ക്ക് ആരും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നന്ദിനി CEO പദവി വന്നതിന് എനിക്ക് തന്ന അടിയാണിത്. എനിക്കിത് പൊറുക്കാനാവില്ല. I can't allow this. അവരെല്ലാം എത്തി. അവരെല്ലാം എത്തിയമ്മ. വിജയ്, ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ച് മനുഷ്യനെ നാണം കെടുത്തരുത്. വാ അടച്ചു വെക്കണം. ഇപ്പൊ എങ്ങനെയായി? നമ്മളെ ആർക്കും വേണ്ട. വിജയ് മിണ്ടായിരിക്കാനാ പറഞ്ഞു. വേണ്ടല്ലേ എന്ന്. മമ്മി, ദേ അവരൊക്കെ വന്നിട്ടുണ്ട്. വാ. വെൽക്കം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മീറ്റിംഗ് പെട്ടെന്ന് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തത് ബുദ്ധിമുട്ടായോ? നോ മാഡം, ആക്ച്വലി ഇറ്റ്സ് എ പ്ലഷർ. ഞങ്ങൾ ഓഫീസിൽ വരാറുണ്ട് പോകാറുണ്ടെന്നുള്ളതല്ലാതെ വീട് ദൂരെ കണ്ടിട്ടില്ലല്ലോ. കുറേ നാളുകളായി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റ് തരാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. എങ്കിൽ പിന്നെ ഇന്നങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി. എന്നാ പിന്നെ അകത്തോട്ടിരിക്കാം. വരൂ. ആനന്ദിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കണം. എന്തു പറ്റി മാഡം? ഞാൻ പറയുന്ന നിങ്ങളൊന്ന് അനുസരിച്ചാൽ മതി. ഈ ബോർഡ് മീറ്റിംഗ് കഴിയുന്നത് വരെ നമ്മുടെ ഒരാളുടെ ഫോണും ഓണായിരിക്കാൻ പാടില്ല. ശരി, വരൂ. ഇരിക്കൂ. ആന്റി എന്താ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
സാറിന് എന്താ പറ്റിയത്? ആനന്ദ എന്റെ മൂക്ക്. വിജയ്ക്ക് മൂക്കിന് താഴെ ഒരു സർജറി നടന്നു. ആനന്ദാകത്തേക്ക് ചെല്ലേ. താങ്ക് യു മാഡം. അല്ല എനിക്ക് കഷ്ണമുണ്ട് ഇന്ദ്രജെ. എനിക്ക് മൂക്കിന് സർജറി ഒന്നും നടന്നില്ലല്ലോ. മര്യാദയ്ക്ക് കേറി വാ അങ്ങോട്ട്. നടക്ക്. ഏയ്, ഓഫീസ് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മോചനായിക്കോട്ടെ എന്ന് കരുതി. ഇറ്റ്സ് ഓക്കെ മാഡം. എല്ലാരും കംഫർട്ടാണല്ലോ അല്ലേ? അത് കുഴപ്പമില്ല. മമ്മി, അവനും അവളും ഒരു കാരണവശാലും എത്തില്ലല്ലോ. എത്താൻ ശ്രമിക്കും, പക്ഷെ അതിനു മുമ്പേ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കണം. ആനന്ദിന്റെ അടക്കം എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആണ്. അവനൊരു കോള് പോലും ചെയ്യാൻ പറ്റില്ല. ഗ്രേറ്റ് മമ്മി. കളിക്കുന്നത് പത്മയോടാണെന്ന് ഇന്ന് അവന് ബോധ്യപ്പെടും. അമ്മയും മകളും കൂടെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിവേ, ദേ, എത്രയും പെട്ടെന്ന് നിന്റെ ലാപ്ടോപ്പ് എടുത്തുണ്ടോ? കണക്ട് എടുത്തുണ്ടോ? ചെല്ല്, ഞാൻ പറയുന്നത് കേൾക്ക. പോ, ചെല്ല്. ഓ, സാർ, സാറിന്റെ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. എന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കണമെന്ന് സാർ എന്തിനാ ഈ വാശി കാണിക്കുന്നത്? ഇതുവരെ ബോർഡ് മീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നും ഞാനിതിൽ ഇല്ലായിരുന്നല്ലോ സാർ. നന്ദിനി, ഞാൻ നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മ ഇത് കരുതി കൂട്ടി ചെയ്ത് ചതിയാ. അതിനിപ്പോ ഞാൻ കീഴടങ്ങി കൊടുത്താലേ എന്നേക്കും വേണ്ടി ഞാൻ തോറ്റുപോയെന്നാണ് അതിനർത്ഥം. അതിനെനിക്ക് പറ്റത്തില്ല. പത്മ മേഡത്തിന്റെ അഹങ്കാരം ഇന്ന് ഞാൻ തീർത്തിരിക്കും. കണ്ടോ സൂര്യ, ആ വിവേക്, ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യും. ആ മിക്കവാറും മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും.